നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോകമെമ്പാടുമുള്ള മുതിർന്നവരും കുട്ടികളൊക്കെ ഒരേപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്, ഡോണറ്റ്സ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫ്ലഫി ആയിട്ടുള്ള പഞ്ഞു പോലെയുള്ള ഡോണറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു ഗ്ലേസും തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചേരുവകളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. ആദ്യം നമ്മൾ ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്. ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ 2 കപ്പ്, 250 ml കപ്പിന് നന്നായിട്ട് അമർത്തി അളന്നെടുത്ത 2 കപ്പ് മൈദയാണിത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പാല്, പിന്നെ 1 മുട്ട. അപ്പം നിങ്ങൾ മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ മുട്ടയ്ക്ക് പകരം ഒരു 1/4 കപ്പ് പാലും കൂടി കൂടുതലായിട്ട് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അല്ലെങ്കിൽ നെയ്യ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് 1 ടീസ്പൂൺ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ പാക്കറ്റിൽ കാണുന്ന ഈസ്റ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തവണ ബ്രെഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഏത് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരാൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഡോണറ്റ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് മൈദ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡോണറ്റിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു രുചിയും കൊടുക്കുന്ന ഒരു ചേരുവയാണ് ജാതിക്ക. ആ ജാതിക്കയുടെ ആ പുറന്തോട് കളഞ്ഞിട്ട് ഉള്ളിലുള്ള ആ കുരു എടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് പാലെടുക്കാം. ഇളം ചൂടുള്ള പാല് തന്നെ ഉപയോഗിക്കണം കേട്ടോ. പാലിന്റെ ചൂട് വളരെ കൂടിപ്പോയാലും തീരെ കുറഞ്ഞു പോയാലും ഈസ്റ്റിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കില്ല. ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് അലിയിച്ചെടുത്താൽ മാത്രം മതി. നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനോടൊപ്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈസ്റ്റ് ഒന്ന് പതഞ്ഞു പൊങ്ങിയതിന് വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, മുട്ട ചേർക്കാം, ബട്ടർ ചേർക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇലാസ്റ്റിക് ഡോ ആയിട്ട് കിട്ടുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം. ഈ സമയത്ത് മാവ് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പാലും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം മുട്ടയുടെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ ഇതിലേക്കുള്ള ആ വെള്ളത്തിന്റെ ഒരു അളവിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 മിനിറ്റോളം ഇത് കുഴച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ ഇതുപോലെ തിരിച്ചു വരുന്ന പോലെ ഇലാസ്റ്റിക് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങി വരാനായിട്ട് വയ്ക്കണം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിലേക്ക് മാവ് ഇറക്കി വെച്ചിട്ട് മാവിന്റെ എല്ലാ ഭാഗത്തും എണ്ണയാകുന്ന പോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചൺ ടവല് കൊണ്ടോ കവർ ചെയ്തിട്ട് ഇതൊരു ഡബിൾ സൈസ് ആകുന്ന വരെ നമുക്കത് മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ 1.5 മണിക്കൂറാണ് മാറ്റി വെച്ചത്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ പൊങ്ങി വരും. പിന്നെ നമ്മുടെ സ്ഥലത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയനുസരിച്ച് ഇത് പൊങ്ങി വരാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാവാം. ഇനി നമുക്കിത് ഡോണറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കണം. അതിനു മുമ്പ് ഈ മാവിലുള്ള എയർ മുഴുവൻ ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് പുറത്തേക്ക് കളയണം. ഇപ്പൊ ഈ മാവിന് നമ്മൾ ആദ്യം മാവ് റെഡിയാക്കി വെച്ചപ്പോഴുള്ള ആ ഒരു സൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് അല്ലെങ്കിൽ വർക്ക് സർഫേസിലേക്ക് കുറച്ച് പൊടി വെതറി കൊടുക്കാം. അതിലേക്ക് ഇത് വെച്ചിട്ട് ചപ്പാത്തി കോല് കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. ചപ്പാത്തി കോലും കുറച്ച് പൊടി തടവി കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമുക്കിത് കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം. ഒരു 1/2 ഇഞ്ചിനേക്കാളും ഒരല്പം കൂടി കുറവ് കനത്തിൽ വേണം പരത്താൻ. പക്ഷെ ഒരു 1/4 ഇഞ്ചിന്റെ അത്രയൊന്നും കനം കുറഞ്ഞു പോകരുത്. അത്രയും കനം കുറഞ്ഞാൽ നമ്മുടെ ഡോണറ്റ്സ് വളരെ ഫ്ലാറ്റ് ആയി പോകും. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ചോ നമുക്ക് മുറിക്കാം. ഞാനിവിടെ ഇപ്പം 2.5 ഇഞ്ച് വട്ടത്തിലുള്ള ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് മുറിക്കാൻ പോകുന്നത്.
അപ്പം ഈ ഗ്ലാസ് കുറച്ച് പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ എല്ലാം മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ വർക്ക് സർഫസിൽ അത്യാവശ്യം പൊടി ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ മാവ് അതിൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലുള്ള ഹോൾസ് മുറിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു പൈപ്പിംഗ് നോസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഒരു നോസിലാണ്. ഇതുപോലെ ഒരു നോസിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഹോൾസ് മുറിക്കാനായിട്ട്. ഇത് നമുക്ക് ഒരു പൊടി വിതറിയ ഒരു ട്രേയിലേക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് നേരം കൂടി നമുക്കിത് പൊങ്ങി വരാനായിട്ട് വെക്കണം. ഇനി ബാക്കിയുള്ള മാവും നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്നുകൂടി ഒന്ന് പരത്തി ഇതേപോലെ മുറിച്ചെടുക്കാം. അത് നമുക്ക് ആ ട്രേയിലേക്ക് വെക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. അതിൻ്റെ സൈസ് കുറച്ചുകൂടി ഒന്ന് കൂടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരുപാട് നേരം വെച്ചാൽ ഇതിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസമാകും. നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ കറക്റ്റായിട്ടൊരു ഷേപ്പൊന്നും കിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റാണ് വെച്ചത്. ഇതൊന്നുകൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ പാനിലെ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു മിതമായിട്ടുള്ള ചൂടിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണയുടെ ചൂട് പാകമാണെന്നറിയാൻ മുറിച്ച് വെച്ച ഹോൾസ് ഒരെണ്ണം ഇട്ട് നോക്കാം. ഇത് പതുക്കെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. സാവധാനം ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. എണ്ണയുടെ ചൂട് വളരെ കൂടുതലാണെങ്കിൽ ഇത് ഇടുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് അതിൻ്റെ കളർ മാറും. പെട്ടെന്നൊരു ബ്രൗൺ കളറാകും. ഇപ്പോൾ ഒരു പാകത്തിനുള്ള ചൂടാണ്. അപ്പോൾ നമുക്ക് ഒരു ലോ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. നമുക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൊത്തം ഒരു 2 മിനിറ്റാണ് എണ്ണയിലിട്ടത്. എണ്ണയുടെ ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറും കേട്ടോ. പെട്ടെന്നൊരു ബ്രൗൺ കളറായി പോകും. ഒരു പാകത്തിന് ചൂടാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു കളറാകും. ഇതിലും കൂടുതൽ നേരം ഇട്ടാൽ ഒന്നുകൂടി ഒരു ഡാർക്കായിട്ടുള്ള കളറാകും. എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിതിപ്പോൾ കോരി മാറ്റുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള ഡോണറ്റ്സ് നമുക്ക് റെഡിയാക്കാം. ഇനി നമ്മുടെ ഡോണറ്റ്സിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഗ്ലേസ് റെഡിയാക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുക. ഇതിലേക്ക് ഉരുക്കിയ ബട്ടർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാലല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. ഒരു സ്പൂൺ കൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഇത് എൻ്റെ കട്ടി വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എത്രമാത്രം കട്ടിയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തിന്നായിട്ടുള്ളൊരു ഗ്ലേസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഈ ഒരു കട്ടിയിൽ ആകുന്നവരെ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഡോണറ്റ്സ് ഓരോന്നും അത് മുഴുവനായിട്ട് അങ്ങ് തണുത്തിട്ടില്ല കേട്ടോ. ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട്. ഡോണറ്റ്സ് ഇതിലേക്ക് മുക്കാം. എന്നിട്ട് ഇതൊരു വയർ റാക്കിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് സമയം നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിക്കോളും. ഒരു 20 മിനിറ്റ്, ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അതിനുള്ളിൽ ഇത് ഡ്രൈ ആയി കിട്ടും. ഇതേപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. തയ്യാറാക്കാൻ എളുപ്പമാണല്ലേ. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ഗ്ലേസിലേക്ക് കൊക്കോ പൗഡർ ചേർത്താൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഗ്ലേസ് ഉണ്ടാക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ മുക്കിയെടുക്കാം. അല്ലെങ്കിൽ ഡോണറ്റ്സിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ടത് സ്പ്രിങ്കിൾസിലോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിലോ ഒക്കെ മുക്കി അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.